PMR ബ്ലോഗിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു 6 മാസത്തോളമായി വണ്ടി എറണാകുളത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ആണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം കൃത്യമായി ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, നമ്മുടെ വണ്ടിക്കും കൃത്യമായിട്ടുള്ള ആഹാരം കൊടുക്കണ്ടേ. അപ്പോൾ അതുവേണ്ടിയുള്ള റിവ്യൂ വീഡിയോ ആണ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഓയിൽ മാറ്റുന്നതോടൊപ്പം തന്നെ ഓയിൽ ഫിൽറ്ററും അതുപോലെ സ്പാർക്ക് പ്ലഗും കൂടി ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ മൈലേജും പുള്ളിയും കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യണം. മിസ്സിങ് ഒന്നും ഉണ്ടാവില്ല. പഴയതും പുതിയതും നമ്മളൊരു കോട്ടൺ വേസ്റ്റ് തന്നെ ഉപയോഗിച്ച് വേണം തുടയ്ക്കാൻ. കാരണം അതിനകത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് പൊടിയെന്നുള്ള ഇതാണ് പുതിയ ഫിൽറ്റർ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ 2 ഭാഗങ്ങൾ വരും. അപ്പോൾ ഈ തിരിച്ച് തന്നെ ഇടണം. ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം ഉള്ളിലോട്ട് ഇടണം, അല്ലെങ്കിൽ പണി കിട്ടും. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ ഓറിങ് തന്നെയാണ് ലീക്ക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വലായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ $40,300 ഗോൾഡ് 1040 ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത ഓയിലാണ്, നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $545 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിന് കൂടിയ ഐറ്റം ഉണ്ട്, സിന്തറ്റിക് സെമി സിന്തറ്റിക് ഓയിലൊക്കെ ഉണ്ട്. കിലോമീറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എക്സ്ട്രാ 200-300 കിലോമീറ്റർ ഓടിയാൽ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഓയിലാണ് നമ്മളിതിൽ. നല്ല ഓയിൽ തന്നെ മാക്സിമം നമ്മളെ ബൈക്കിനകത്ത് യൂസ് ചെയ്യും. വീണണ്ട മാമന്റെ ഈ ബ്ലൂ ആയിട്ടുള്ളത് ഉണ്ട്, ഈ 2 സോപ്പ് ആയിട്ടുള്ളതും ഈ താക്കോലും കൂടി ഊട്ടിക്കൊണ്ടുപോകണം പറയും. കളിക്കാനും കൂടി വെച്ചാലും അതിനെ ഊട്ടിക്കൊണ്ടുപോകണം ഇന്നാണ് പറയണം.